സോ ഹലോ ഗൈസ്, നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറേ പണിയുണ്ട്. ആർമർ ആവണം, വീട് വയ്ക്കണം, എല്ലാ പണിയും ഈ ഒരു എപ്പിസോഡിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ആ ക്യാബിലോട്ടൊന്ന് ചാടണം. നമുക്കൊരു തിരിച്ചു കയറി വരുമ്പോൾ ഒരു അയൺ ആർമറായിട്ട് നമുക്ക് വരാവും. ഈ ടെസ്റ്റർ പാക്ക് കൊള്ളാം, ഞാൻ ഇപ്പോഴായിട്ട് ഇട്ടേ, കൊള്ളാൻ തോന്നുന്നു. എന്തിനാണ് ഉണ്ടായ ഫസ്റ്റ് ഡെത്ത്? അത് ലാഗ് കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ചാവൂലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ അതിന് രണ്ടിന്റെ ഇടയിൽ കൂടെ ഓടിപ്പോവാന്നാണ് ഉദ്ദേശിച്ച. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. അതത് എല്ലാം ബാക്ക് ടു നോർമൽ. ഇനി ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കണം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് അയൺ ഉണ്ടാക്കി എടുക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടെ. ഇവിടെ ആയിട്ടാണ് ഞാൻ വീട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടേക്ക് നമുക്ക് ഈ ചെസ്റ്റിലായിരിക്കണം എല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കേണ്ടത്. എടുത്തിട്ട് നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. അയൺ, താങ്ക് യു. നമ്മളെ മെയിൻ വുഡിലോട്ടെത്തി. ഈ വുഡാണ് നമ്മളെ ബിൽഡിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യണത്. ഇതിന്റെ ഡെഡിക്കേഷൻ നോക്ക്, കണ്ട 2000 ബ്ലോക്ക് കഴിഞ്ഞാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 2 വുഡും ഉണ്ട്, ഡാർക്ക് ഓക്ക് ഉണ്ട്, സ്പ്രൂസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് വേണം. അപ്പോഴ് നമുക്ക് എടുത്തിട്ട് ഇവിടെ ഒരു എത്ര തന്നെ നമുക്ക് എടുത്തോണ്ടോ ഒരു 10 സ്റ്റാക്കോളം സ്പ്രൂസ് വേണം. ഒരു 9 സ്റ്റാക്ക്, കുറഞ്ഞത് 9 സ്റ്റാക്കോളം സ്പ്രൂസ് ലോഗ് വേണം. നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഫുള്ള് ഞാൻ മുറിച്ചെടുത്ത് ഇപ്പം ഇത്രയും വുഡ് ഞാൻ കളക്ട് ചെയ്തൊരു ഡാർക്ക് ഓക്കും ഇവിടെ നിന്ന് കുറച്ച് കളക്ട് ചെയ്ത്, ഇതിൻ്റെ സാപ്ലിനും കുറച്ച് കളക്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. ഇനി തിരിച്ച് 2000 ബ്ലോക്സ്. ഫുള്ളൊട്ട് ഇവിടെ വെച്ചിരിക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കാം. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ഒപ്പിക്കണം. കുറച്ച് സാധനങ്ങളോട് ഒപ്പിക്കണം. അതും കൂടെ ഒപ്പിച്ചിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഫുള്ള് ഈ ഇവിടെയും വെച്ച് മുകളിലും കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവിടെ
പണിയാം. ഇതും കൂടെ ഇവിടെ വെച്ച നമ്മുടെ വീട് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മളെ ഈ പ്ലേഗ്രാമിൻ്റെ വീട്. ഇതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇപ്പം ഭയങ്കര ഈ ഷെയ്ഡർ ഒന്ന് ഓഫ് ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഓഫ് ക്യാമറയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കും. ഇതിനകം ഫുള്ള് പൊള്ളയാണ്. അകത്തുള്ള കാര്യങ്ങളൊക്കെ ഓഫ് ക്യാമറയിൽ ഞാൻ ചെയ്തിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബേസ്.